പ്രിൻസ് ജോർജ്, സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ ഈ ബജറ്റിനെ എങ്ങനെയാണ് കാണുക? ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ തോമസ് ഐസക് സാറിനെ പോലുള്ളവർ പറയുന്നു ഈ ബജറ്റ് നമ്മൾ ചെന്നെത്തേണ്ടുന്ന, നമ്മൾ കൈവരിക്കേണ്ട വലിയ ലക്ഷ്യത്തെക്കുറിച്ച് സ്വപ്നതുല്യമായ പദ്ധതികളെ വിവരിക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് എത്താനുള്ള വഴി ഒട്ടും തന്നെ വ്യക്തതയില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക അല്ലെങ്കിൽ വരുമാന രീതികളെക്കുറിച്ച് യാതൊന്നും പറയാത്തൊരു ബജറ്റായി ഇത് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്, കടലാസിൽ മാത്രം ഒതുങ്ങുന്ന പദ്ധതികളായി മാറാൻ പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഭാഗമായുള്ള മിഷൻ സമുദ്ര പദ്ധതിയെക്കുറിച്ച് നേരത്തെ BJP പ്രതിനിധി ശ്രീ VS ജിതിൻ പറഞ്ഞു. 2003 ആണ് പ്രധാനമന്ത്രി അന്ന് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ സമുദ്ര വികസന മേഖലയുടെ വികസനത്തിന് വേണ്ടി ഈ സാഗർമാല എന്ന പദ്ധതി കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിഴലാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മിഷൻ സമുദ്ര എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. എങ്ങനെയാണ് താങ്കൾ ഈ ബജറ്റിനെ കാണുക, അവലോകനം ചെയ്യുക, വിലയിരുത്തുക? എനിക്ക് ആദ്യം പറയാനുള്ളത്, 3 പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരുടെ ഇടയിൽ പെട്ടുപോയ ഒരു പാവ അനലിസ്റ്റാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഈ ബജറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് അവരുടെ ഒരു ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പറയാമെങ്കിലും ഞാനിതിനെ അനലൈസ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പുതിയ ഗവൺമെൻറ് വന്നു. ആ പുതിയ ഗവൺമെൻറ് ആദ്യത്തെ ബജറ്റാണ്. ഓഫ് കോഴ്സ് ഒരു മിനി ബജറ്റ് പോലെയാണ്, എന്നിരുന്നാൽ പോലും ആദ്യത്തെ ബജറ്റാണ്, അതൊരു ആഡ് ഓൺ ബജറ്റാണ്. ഈ ബജറ്റിലാണെങ്കിൽ കൂടി VD സതീശൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷം ജയിച്ചു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷവും പറഞ്ഞ പല കാര്യങ്ങളും ഈ ബജറ്റിലൂടെ വരും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതിനകത്ത് അത്രമാത്രം ആ കാര്യങ്ങൾ വന്നോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതായത് ഈ വ്യാഖ്യാനങ്ങൾ, അതായത് പ്രധാനമായിട്ടും ബജറ്റിൽ വച്ചേക്കുന്ന പ്രപ്പോസൽസിനെ പറ്റിയൊക്കെ ഇപ്പം നമ്മൾ പലരും പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞു അത് വലിയ പ്രപ്പോസൽസ് ആണെന്ന്. എനിക്ക് അത്ര വലിയ പ്രപ്പോസൽസായിട്ട് അതിനെ തോന്നിയില്ല. എല്ലാത്തിനുമുള്ള അലൊക്കേഷൻസ്, അത് ശ്രീ തോമസ് ഐസക് സാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. എല്ലാത്തിനുള്ള അലൊക്കേഷൻസ് വളരെ കുറവാണ്. സിഗ്നിഫിക്കൻ്റ്ലി 10 കോടി, 25 കോടി, 50 കോടി എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഒരു പദ്ധതി അനൗൺസ് ചെയ്യുമ്പോൾ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള അലോക്കേഷൻ ഉണ്ടായി എന്നാൽ മാത്രമേ അതൊരു റിസൾട്ടിലേക്ക് എത്തത്തുള്ളൂ. ആ ഒരു രീതിയിൽ അത് വളരെ ഷോർട്ടാണെന്ന് വേണം പറയാനായിട്ട്. എന്നാൽ ഇതിനകത്ത് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം, പുതിയതായിട്ടുള്ള ടാക്സ് പ്രപ്പോസൽസ് ഒന്നും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് ആക്ഷേപമായിട്ട് പറയുന്നത് റിസീറ്റ്സ്, അത് റവന്യൂ കൂട്ടാൻ വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. റവന്യൂ കൂട്ടാനായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള എല്ലാ ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ജോലി ഇദ്ദേഹം ചെയ്തിട്ടില്ല. അത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ബജറ്റ് വന്നേക്കുന്നത്. അതായത് ഉള്ള കാര്യങ്ങളെ ഉള്ള പോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തോമസ് ഐസക് സാർ തന്നെ പറഞ്ഞ ഒരു കാര്യം കിഫ്ബിയെ പറ്റിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ചൈൽഡ് ആയതുകൊണ്ട് അദ്ദേഹം അത് ന്യായീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കിഫ്ബിയുടെ പാട്ടിൽ കിഫ്ബി ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാലല്ല. അതിൻ്റെ ഓഫ് ബഡ്ജറ്റായിട്ടുള്ള ബോറോവിങ്സും അതിൻ്റെ സ്പെൻഡിങ്ങിനെ പറ്റിയൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ പല സ്ഥലത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് കിഫ്ബിയുടെ കൺസെപ്റ്റിനെ പറ്റിയല്ല പറയുന്നത്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും നമ്മുടെ ലയബിലിറ്റിയുടെ പാട്ടിലൊക്കെ അത് കൺസിഡർ ചെയ്യുന്ന രീതികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തി ചെയ്യേണ്ട കാര്യമാണ്. അതിലേക്കാണ് ഈ ഗവൺമെൻറ് വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് നല്ല കാര്യമായിട്ട് വേണം നമുക്കതിനെ കണക്കാക്കാൻ. പക്ഷേ എക്സ്പെൻഡിച്ചർ സൈഡിലും റവന്യൂ സൈഡിലും കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഇല്ല. ആക്ച്വലി ഡീ ഗ്രോത്ത് ആണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റിലൂടെ നമുക്കൊരു വലിയ കുതിച്ചുചാട്ടമോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പം താങ്കൾ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ, ലാൻഡ് റിഫോംസ് 2 പറ്റി തന്നെ ആദ്യം പറയാം. ലാൻഡ് റിഫോംസിൻ്റെ പാർട്ടിൽ ഇതിന് മുമ്പുണ്ടായ റിഫോംസ് എന്ന് പറഞ്ഞാൽ കർഷകർക്ക് ഭൂമി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ കൃഷി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഒരു ലാൻഡ് ബാങ്ക് ഉണ്ടാക്കി അതിലൂടെ വ്യവസായങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിനെ പറ്റിയൊക്കെ എപ്പോഴും പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ലെഗസി മാത്രമല്ല, അതിന് മുമ്പുള്ള പീരിയഡിലുള്ള ഗവൺമെൻറ്റുകളും എല്ലാം തന്നെ ഒരു 30 വർഷം എടുത്ത് നോക്കിയാൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു വികസനം കേരളത്തിലേക്ക് പൊതുവേ വരാൻ പല പ്രശ്നങ്ങളുണ്ട്. അത് ഗവൺമെൻറ്റുകൾ മാത്രമല്ല, ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ലാൻഡ് തന്നെയാണ്. അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ലാൻഡ് റിഫോംസ് 2 കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അതിനെ വെൽക്കം ചെയ്യുന്നു. അതിൽ പ്രതിപക്ഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഈ ലാൻഡ് മാനേജ്മെന്റ് നയം എന്നത് സ്വകാര്യ കുത്തകകൾക്ക് കേരളത്തിൽ ഇടം കൊടുക്കാനുള്ള, അവർക്ക് അവസരമൊരുക്കാനുള്ള സമീപനത്തിന്റെ ഭാഗമാണെന്നതാണ്. പിന്നെ നേരത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം വന്നത് ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി ഇതേപോലെ സ്വകാര്യവൽക്കരണത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു മറയാണെന്നാണ്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കൺസേൺ അല്ലേ?
ഞാൻ എന്നോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഡിഫെൻസീവായിട്ടുള്ള രീതിയിൽ നിന്നിട്ടാണ് ഈ ഗവൺമെൻറ്റും ബജറ്റ് അവതരിപ്പിച്ചത്. അവർ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, നമുക്ക് റിസോഴ്സസ് ഇല്ല. അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഗവൺമെൻറ്റിന് എവിടെ സ്പെൻഡ് ചെയ്യാൻ കാശുണ്ട് മുന്നോട്ട് പോകാനായിട്ട്? അതുകൊണ്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നതുകൊണ്ട് എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. പക്ഷേ പ്രൈവറ്റൈസ് ചെയ്യുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കണം. അതിൽ കൂടെ കുത്തകൾ കൊണ്ടുവന്ന് അതിന് ഒരു അണ്ടർഗ്രൗണ്ട് ഡീലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ അതൊരിക്കലും നമുക്ക് വെൽക്കം ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ മറിച്ച് നല്ല പ്രൊജക്റ്റുകൾ ഇവിടെ വരികയും ഗവൺമെൻറ് ലാൻഡ് ബാങ്കിൽ നിന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ലാൻഡ് അലോട്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് വളരെ നല്ല കാര്യമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എങ്ങനെ ഇവിടെ വികസനം ഉണ്ടാവും? വികസനം ഉണ്ടായിട്ട് മാത്രമേ ഇവിടെ നമുക്ക് റവന്യൂ ഒക്കെ കൂടാനൊക്കത്തുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി വളരെ ഡിഫെൻസീവായിട്ടാണ് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിയെ കുറിച്ച് പറഞ്ഞു. അവിടെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള വലിയ വൻകിടക്കാർ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വകാര്യ സംവിധാനങ്ങൾ ഈ മേഖല കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു റെഗുലേഷൻ ആവശ്യമല്ലേ? പിന്നെ ഗവൺമെന്റ് എന്തിനാണ് അപ്പോൾ ഇതേപോലെ സ്വകാര്യ വ്യക്തികൾക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്, സ്വകാര്യ സംരംഭകർക്ക്, സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് കേരളത്തിലെ പൊതുരംഗങ്ങളിലേക്ക് കടന്നു വരാനും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീക്കാനും അവിടെ കാഴ്ചക്കാരായി നിൽക്കാനുമാണ് ഒരു സർക്കാരെങ്കിൽ എങ്ങോട്ടായിരിക്കും ഈ നാട് പോകാൻ പോകുന്നത്? ഈ പറയുന്ന പുതുയുഗ വികസിത കേരളം ഇങ്ങനെയാണോ സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന ചോദ്യം സ്വാഭാവികമായും പ്രതിപക്ഷം ചോദിക്കില്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷം ചോദിക്കുന്നത് അവരുടെ വാലിഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഗവൺമെൻറ്റിന് എത്ര കുത്തകൾ വന്നാലും ഗവൺമെൻറ്റിന് ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത്? ഗവൺമെൻറ് യാതൊരു തടസ്സവും ഇല്ല. ഗവൺമെൻറ് അതിനുള്ള ഇൻറ്റൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ കൊണ്ടുവരാം, റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോണോ അല്ലെങ്കിൽ വേറെ ആളുകളോ വന്നിട്ട് ഹോസ്പിറ്റലുകളൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞു. ഇതൊക്കെ വലിയ ബിസിനസ്സുകളായതുകൊണ്ടും വളരെ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളായതുകൊണ്ടാണ് അങ്ങനെ വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലുകൾ നവീകരിക്കപ്പെടും. അപ്പോൾ ഒരു ടൂറിസം എന്നുള്ള രീതിയിലും അല്ലാതെ ഹോസ്പിറ്റൽ ടൂറിസം, അതായത് ഈ മെഡിക്കൽ ടൂറിസം എന്നുള്ള രീതിയിലും ഒക്കെ ബിസിനസ്സുകൾ കൂടാനുള്ള ചാൻസും നമ്മുടെ ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടാനുള്ള ചാൻസും ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.